അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പോളയാണ്. മുമ്പൊക്കെ നോമ്പിന് എന്നും ഉണ്ടാകുന്ന സാധനമാണ്. ഇപ്പം പിന്നെ കിട്ടാനില്ല, വീടുകളിൽ നിന്നൊന്നും കൊടുക്കുന്നൊന്നുമില്ല. പിന്നെ ബേക്കറിയിൽ ഉണ്ടാവും, അതത്ര പെർഫെക്റ്റ് ആയാലും ഇല്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പോള എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് പുഴുങ്ങലരി. അരി നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി വെക്കാം. ഇന്ന് രാത്രി മുഴുവൻ കുതിർത്തി വെച്ചിട്ട് രാവിലെ അരക്കാം. എന്നിട്ട് ഇത് അടച്ചു വെക്കാം. ഒരു കപ്പ് തേങ്ങ വെള്ളം, 1/4 ടീസ്പൂൺ ഈസ്റ്റ്, 3 ടേബിൾ സ്പൂൺ കപ്പ് പഞ്ചസാര, 2 പപ്പടം മുറിച്ചിട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. നാളെ രാവിലെ അരിൻ്റെ കൂടി ഇത് ഒന്നിച്ച് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇന്നലെ കുതിർത്തിയ പപ്പടവും ഈസ്റ്റും തേങ്ങ വെള്ളമെല്ലാം കൂടി നല്ലപോലെ പുളിച്ച് വന്നിട്ടുണ്ട്. രാത്രി കുതിർത്തിയ അരി വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഒരു പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പപ്പടം ഇട്ട് കൊടുക്കാം. മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് തേങ്ങ വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കാം. കംപ്ലീറ്റ് അരി അരച്ചെടുത്തായിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതിൽ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ തേങ്ങ വെള്ളത്തിൽ 1/4 ടീസ്പൂൺ ഇട്ടിന്. ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് കൂട്ടി കൊടുക്കുക. ഈ ഒരു പാകത്തിലാണ് അരി അരച്ചെടുക്കേണ്ടത്. ഇനിത് 5 മണിക്കൂർ അടച്ചു വെച്ചിട്ട് പൊങ്ങാൻ വേണ്ടി വെക്കാം. അടച്ച് പൊങ്ങാൻ വേണ്ടി 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പൊങ്ങിയത് തുറന്നു നോക്കാം. പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഇഡ്ഡലിക്കും ദോശക്കും ആക്കുന്ന പോലെ മിക്സ് ചെയ്യണ്ട. ഇതുപോലെ തന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഒരു സൈഡിൽ നിന്ന് കോരി വയ്ക്കുക വേണ്ടത്. നമുക്കൊരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് ഗീ പരട്ടാം. മെല്ലെ മെല്ലെ ഒരു സൈഡിൽ നിന്ന് കോരിയിട്ട് ഇതിലേക്ക് നല്ല ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ കുറച്ച് വലിയ പാത്രമാണ് ഉള്ളത്. നിങ്ങളുടെ ഇതിൽ ചെറിയ പാത്രം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഇവിടെ ഇങ്ങനെ പോയി നല്ല തുലുക്കിങ്ങനെ ഷേപ്പാക്കുക. ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെച്ച് നല്ല ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അടച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്നു നോക്കാം. പോള നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. കുറച്ച് തണിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് മാറ്റാം. പോള തണിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഇളക്കിയെടുക്കാം. വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് നല്ല പോളയായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള പോളയും ചുട്ടെടുക്കാം. പോള കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലത്തെ പോള. ആ അരി 2 കപ്പ് അരി കൊണ്ട് 3 പോളയായിട്ടുള്ളത്. ഇത് വലിയ പാത്രമാണ് ഞാൻ എടുത്തത്. നിങ്ങളുടെ അടുത്ത് ചെറിയ പാത്രം ഉണ്ടെങ്കിൽ അതിൽ ആക്കിയാൽ മതി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോളയാണ്. താങ്ക് യു.